നമസ്കാരം. പല ആളുകളും പറയുന്നൊരു പ്രശ്നമാണ് STCയുടെ MyST ആപ്പ് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ പാസ്വേഡ് ഓർമ്മയില്ല, മറന്നുപോയി എന്നുള്ളത്. അപ്പോൾ പിന്നെ കുറേ നമ്മൾ അടിച്ചു നോക്കും ഏതാണ് പാസ്വേഡ്, എന്തെങ്കിലും നമ്മൾ പോസിബിലിറ്റീസുള്ള പാസ്വേഡൊക്കെ അടിച്ചു നോക്കും. അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് അറിയുന്നില്ല എങ്ങനെയാണ് റീസെറ്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ റീസെറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. അതിന് ഫസ്റ്റായിട്ട് വേണ്ടത് STCയുടെ ആപ്പ് തുറക്കുക, രജിസ്റ്റർ ഹിയർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഇക്കാമ ID എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടെ ഇക്കാമ നമ്പർ കൃത്യമായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലോഗിൻ കൊടുത്തിട്ട് അവിടുന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് പ്രോപ്പറായിട്ട് അതിൻ്റെ വേ പറഞ്ഞിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും നമ്മൾ ഇക്കാമ നമ്പർ അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ഒന്ന് കൊടുക്കുക. അപ്പോൾ കണ്ടോ ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ലോഗിൻ എന്നുള്ളതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പാസ്വേഡ് അറിയില്ല, ജസ്റ്റ് ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കൊടുക്കുക. സെൻഡ് പാസ്വേഡ് വിയ SMS എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം ഏത് നമ്പറിലേക്കാണ് SMS വരേണ്ടത്, നമ്മുടെ ഈ കമ്മക്കകത്ത് രജിസ്റ്റർ ആയിട്ടുള്ള ഏത് മൊബൈൽ നമ്പറാണോ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പറിൽ നമ്മൾ ഏത് നമ്പറാണോ കൊടുത്തത് ആ നമ്പറിനകത്ത് ഒരു 4 അക്ക OTP വരും. ഇപ്പോൾ എൻ്റെ അതിനകത്ത് OTP വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ OTP അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, അപ്പോൾ OTP അടിച്ചു കഴിഞ്ഞാൽ ഇവർ പറയുന്നത് പാസ്വേഡ് റീസെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സെയിം നമ്പർ ഏത് നമ്പറാണോ നമ്മൾ കൊടുത്തത് ആ നമ്പറിലേക്ക് OTP അയക്കുമെന്നുള്ള പാസ്വേഡ് അയക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ എൻ്റെ അതിനകത്ത് MySTCന്ന് ഒരു പാസ്വേഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ മാർക്ക് ചെയ്തതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിട്ടുണ്ടാവും അവിടെ. അതുപോലെ തന്നെ അപ്പോൾ ക്യാപ്സിൽ വരുന്നത് ക്യാപ്സിൽ, അതുപോലെ തന്നെ സ്മോൾ വരുന്ന സ്മോൾ, അതുപോലെ തന്നെ ന്യൂമറിക്കൽ വരുന്നത് ന്യൂമറിക്കലായിട്ട് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം സൈൻ ഇൻ എന്ന് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ നമ്പറുകളും അവിടെ ലിസ്റ്റ് ചെയ്ത് വരും. അതിന് ഏത് നമ്പറിലേക്കാണ് നമുക്ക് വേണ്ടത് ആ നമ്പർ ചൂസ് ചെയ്യുക. ആ നമ്പറിനകത്ത് OTP വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഒരു നമ്പറേ ഉള്ളൂ, അത് കാരണം എൻ്റെ ഏത് നമ്പറാണോ കയ്യിലുള്ളത് കൊടുത്ത് അതിലേക്ക് OTP വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഓപ്പണായി. ഇനി നമ്മൾ ഏത് നമ്പറാണോ നമ്മളെ മെസ്സേജിനകത്തായിരിക്കും ആ പാസ്വേഡ് കിടക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യാതിരിക്കുക. ഇനി ഏത് സമയത്തും ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ മെസ്സേജിനകത്ത് കെട്ടിയിട്ടുള്ള ആ പാസ്വേഡ് വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നന്ദി, നമസ്കാരം.